തൃശൂർ കേരള കലാമണ്ഡലത്തിൽ യൂണിഫോം വിതരണത്തിൽ അഴിമതിയെന്ന ആരോപണം. വിദ്യാർത്ഥികളിൽ നിന്നും പണം വാങ്ങിയിട്ട് യൂണിഫോം വിതരണം ചെയ്തില്ല. വിദ്യാർത്ഥികൾ കലാമണ്ഡലം ഓഫീസ് ഉപരോധിക്കുകയാണ്. യൂണിഫോമിന്റെ തുകയെ സംബന്ധിച്ചാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ നിലവിൽ ഒരു പ്രതിഷേധ ധർണ ഇവിടെ നടത്തിയിരിക്കുന്നത്. അപ്പം തുകയെ സംബന്ധിച്ച് പല കുട്ടികളിൽ നിന്നും പല പല തുകകളാണ് മേടിച്ചേക്കുന്നത്. അതിൽ കൃത്യമായിട്ടുള്ളൊരു വിശദീകരണവും ഇല്ല, അതിനുള്ള കൃത്യമായിട്ടുള്ള കണക്കും ഇതുവരെ വിദ്യാർത്ഥികളെ അറിയിച്ചിട്ടുമില്ല. അതിനുള്ളൊരു ഒരു ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ ഉള്ളത്. തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത് സൂരജ് സജിയാണ്. സൂരജ്, ഇതെന്താണ് സംഭവിക്കുന്നത്? പല കുട്ടികളിൽ നിന്നും പല എമൗണ്ട് കളക്ട് ചെയ്യുന്നു. അതിന്റെ കാരണം എന്താണ്? അതുപോലെ തന്നെ ഈ കാശ് വാങ്ങിച്ച ശേഷം യൂണിഫോം കൊടുക്കാത്തതിനും ഒരു കാരണമുണ്ടോ? രൂപ മുതൽ പല തുകകളാണ് ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥികളോട് ഈടാക്കിയത്. പക്ഷേ പലർക്കും യൂണിഫോം ലഭിച്ചിട്ടില്ല. അത് ഈ അധ്യയന വർഷം മാത്രമല്ല, കഴിഞ്ഞ വർഷവും സമാന സാഹചര്യമായിരുന്നു വിദ്യാർത്ഥികൾ പറയുന്നത്. ഈ യൂണിഫോമിന്റെ പൈസ വാങ്ങിയതിനു ശേഷം, പണം വാങ്ങിയതിനു ശേഷം യൂണിഫോം നൽകാതിരിക്കുന്ന നില കഴിഞ്ഞ വർഷവും ഉണ്ടായി. ഈ വർഷവും അത്തരത്തിൽ തന്നെയാണ്. ഈ പണം വാങ്ങിയ ശേഷം പല കുട്ടികൾക്കും, അതായത് ഭൂരിഭാഗം കുട്ടികൾക്കും യൂണിഫോം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം നൽകുന്ന യൂണിഫോമിനാണെങ്കിൽ ക്വാളിറ്റി ഇല്ല എന്നുകൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കുട്ടികൾ ഇതിൽ കൃത്യമായിട്ടുള്ള അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് വലിയ പ്രതിഷേധം അത് വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത്. ഈ കേരള കലാമണ്ഡലത്തിന്റെ ഓഫീസിന്റെ കവാടം ഉപരോധിച്ചുകൊണ്ടായിരുന്നു വിദ്യാർത്ഥികളുടെ സമരം. അതും സർഗാത്മകമായിക്കൊണ്ട് കവിതകളും മറ്റും ചൊല്ലിയാണ് ഇവർ ഈ ഉപരോധവുമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും ശക്തമായ പ്രതിഷേധം അത് കേരള കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികൾ ഈ യൂണിഫോമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർത്തുന്നു. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.